ഖുർആൻ. പള്ളി പരിപാലകരെ തെരഞ്ഞെടുക്കുമ്പോൾ, പള്ളിയുടെ കമ്മിറ്റിക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അവർക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ നോക്കേണ്ടത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, അവർ അന്ത്യദിനം കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്നവരാകണം. 2, അവർ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടുള്ളവരെയാണെന്ന് കമ്മിറ്റിക്കാരായി തിരഞ്ഞെടുക്കുക. സമ്പന്നതയുടെ കൊടുമുടിയിൽ താമസിക്കുന്നവരെയാണ് പള്ളിയുടെ സെക്രട്ടറിയായി പ്രസിഡന്റായിട്ടെന്ന് തിരഞ്ഞെടുക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ, അവന് പള്ളിയുമായിട്ട് ബന്ധമുണ്ടാകണം, പള്ളി എന്താണെന്നറിയണം, അല്ലാരാണെന്നറിയണം, നമസ്കാരത്തിന്റെ വിലയറിയണം, നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കുന്നവരായിരിക്കണം. അതേ സഹോദരങ്ങളെ, നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവനെ മാത്രമേ പള്ളി പരിപാലകരായി എടുക്കാൻ പാടുള്ളൂ. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ നിയമമാണ്. റിയാസ് മന്നാനിയുടെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല. സഹോദരങ്ങളെ, ഇന്ന് പള്ളി പരിപാലകരെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ടോ, പണമുണ്ടോ, സൗന്ദര്യമുണ്ടോ? ഇന്ന് കുടുംബത്തിന്റെ പേരിലാണ് പരിപാലകരെ തെരഞ്ഞെടുക്കുക. ചില പള്ളിയിൽ ചെന്നാൽ ഭരണസമിതി എന്നെഴുതി വെച്ചിരിക്കുന്നത് കാണാം. ആരാ ഭരിക്കേണ്ടത്? അള്ളയാണോ അതല്ല നമ്മളാണോ? പടച്ചവനാണോ അതല്ല പടപ്പുകളാണോ പള്ളി ഭരിക്കേണ്ടത്? ചില പള്ളികളിൽ ചെന്നെഴുതിക്കുമ്പോ ഭരണസമിതി അംഗങ്ങൾ, ഭരണമല്ല ഭരണസമിതി അംഗങ്ങൾ എഴുതിയിരിക്കണാണ്. എന്ത് ഭരണം? പള്ളി ഭരിക്കണ ഭരണോ? പള്ളി ഭരിക്കണേ. ആര് ഭരിക്കണേ? അള്ളാടെ പള്ളി ഭരിക്കാൻ ആർക്ക് അവകാശം? പള്ളി പരിപാലനമാണ്. എന്താ പള്ളി പരിപാലനം? ആഴ്ചയിൽ ഒരിക്കൽ വന്ന് പള്ളിയുടെ ഓഫീസിൽ വന്നിരുന്നിട്ട് കണക്ക് നോക്കി കുത്തുനോക്കി ഒരുപാട് രസീത് കുറ്റിയിൽ ഒപ്പിട്ട് പോകലല്ല പരിപാലനം. മറിച്ച് സഹോദരങ്ങളെ, പള്ളിയുടെ ഉള്ളിൽ കിടക്കുന്ന നജസ് എടുത്ത് മാറ്റുന്ന ജോലി പരിപാലകർക്കുള്ളതാ. മോദീന് മാത്രമുള്ള ജോലിയല്ല, മോദീനും മുഖ്യക്കും വേണ്ടി മാത്രമുള്ള ജോലിയല്ല പള്ളിയുടെ തുള്ളിൽ കിടക്കുന്ന തുരുമ്പെടുത്ത് മാറ്റൽ. പള്ളിയുടെ ബാത്റൂം അടിച്ചു വാരിക്കഴുകൽ പള്ളി പരിപാലകർക്കും കൂടി ബാധ്യതപ്പെട്ടതാണ്. ആർക്കെങ്കിലും അറിയോ? പിന്നെ ഞാൻ പള്ളിയുടെ പ്രസിഡന്റാണ്, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റൂല കക്കൂസ് കഴുകാൻ. അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്. പള്ളി വലിയ മോടി പിടിപ്പിക്കും. പള്ളി വലിയ സൗന്ദര്യമാണ്. മാർബിൾ ഉണ്ട്, ടൈൽസ് ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, എല്ലാം ഭയങ്കര സെറ്റപ്പാണ്. കക്കൂസ് ചെന്ന് നോക്കുമ്പോ നല്ല രീതിയിലൊരു കതക് പോലും ഇല്ല കക്കൂസിൽ. എന്തൊരവസ്ഥ! കക്കൂസിൽ കഥ കൊണ്ടോന്ന് പോയി നോക്കിയിട്ടില്ല ഈ പള്ളിയുടെ പരിപാലകർ. തള്ളിപ്പിട്ടുകൊണ്ടിരിക്കണം. എങ്ങനെ കക്കൂസിൽ പോയി ലൈറ്റ് ഇല്ല, പള്ളിയുടെ കക്കൂസ് മുഴുവനും വൃത്തികളായി കിടക്കാൻ. എന്തൊരവസ്ഥ സഹോദരങ്ങളെ! ഇതാണ് പരിപാലകർ, ഇതാണ് ഭരണസമിതി അംഗങ്ങള്. വേദന കൊണ്ട് പറയുകയാണ്, മനസ്സിലാക്കണം. അള്ളാഹു പറഞ്ഞ ക്വാളിഫിക്കേഷൻ, അവന് പള്ളിയുമായിട്ടെങ്കിലും നീ ഇതൊന്നും ചെയ്യണ്ട, കക്കൂസും കഴിവണ്ട, ലേറ്റും മേടിച്ചിട്ടണ്ട, കടകം നീ ഫിറ്റ് ചെയ്യണ്ട, പള്ളിയുമായിട്ടെങ്കിലും ബന്ധം. ആ ക്വാളിറ്റി ഉള്ളവരെ മാത്രമേ പള്ളി പരിപാലകരായി ഏറ്റെടുക്കാൻ പാടുള്ളൂ, ഏൽപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് ഒരു പരിഗണന കൊടുക്കണം.